ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും പൊടിപൊടിക്കുന്നു. കൊച്ചിയിൽ വിൽപ്പനയ്ക്കിടയിൽ എക്സൈസ് പിടികൂടിയത് 12 കിലോ കഞ്ചാവാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനിടെയാണ് കാക്കനാട് നിന്നും കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ സരിഫുള്ള ഷെയ്ഖ്, അബു ഹനീഫ എന്നിവർ പിടിയിലായത്. സമാന രീതിയിൽ വിൽപ്പന നടത്തുന്ന സംഘത്തിനായി എക്സൈസ് സംഘം അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ TN സുധീറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TP സജീവ് കുമാറും സംഘവും നടത്തിയ പരിശോധനയിലാണ് കൊച്ചിയിൽ രണ്ടിടങ്ങളിൽ നിന്നായി 12 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായത്. 2 ആഴ്ച കൂടുമ്പോൾ വിമാനമാർഗം നാട്ടിൽ ചെന്ന് 15 കിലോ കഞ്ചാവ് വീതം ബാഗുകളിലാക്കി ട്രെയിനിൽ കൊണ്ടുവന്ന് കാക്കനാട് ഭാഗങ്ങളിൽ കച്ചവടം നടത്തിയിരുന്ന ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സരിഫുൾ ഷെയ്ഖ് എന്നയാളാണ് പിടിയിലായവരിൽ ഒരാൾ. ആഴ്ചകളോളം നടത്തിയ നിരീക്ഷണത്തിന് ഒടുവിൽ വാഴക്കാല കമ്പിവേലിക്കാവും ഭാഗത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കാക്കനാട് മലയപ്പള്ളി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ മുർഷിദാബാദ് സ്വദേശി അബു ഹനീഫ് എന്നയാളെ 2 കിലോ കഞ്ചാവുമായാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നാട്ടുകാർക്കും കഞ്ചാവ് വിറ്റിരുന്നതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. സമാന രീതിയിൽ കൊച്ചിയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്നവരെ കുറിച്ചും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കാക്കനാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊച്ചി.